ഇന്നെനിക്ക് വൈകുന്നേരം വരെ പഠിത്തം ഉണ്ടായിരുന്നേ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ടൗണിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് കയറി പോവാണേ. ഞാൻ ഈ കയറി പോകുന്ന ആദ്യത്തെ കയറ്റത്തിലെ വലിയൊരു റംബൂട്ടാൻ്റെ മരം നിൽപ്പുണ്ടേ. മരം ചെറുതാണ്, പക്ഷെ അതിൽ ഇല കാണാതെ റംബൂട്ടാനാണ് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. കുറേയൊക്കെ കാറ്റത്തൊക്കെ വീണും കിടപ്പുണ്ടേ. അങ്ങനെ ഓരോന്നൊക്കെ കണ്ടും പെറുക്കിയും നേരെ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ വിജനമായ ഒരു അന്തരീക്ഷം പോലെ തോന്നും, പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ തോട്ടപ്പുഴു ഉണ്ടോന്ന്. ഞാൻ ഇതുവരെ തോട്ടപ്പുഴുവിനെ അങ്ങനെ കണ്ടിട്ടില്ല. അത് ഇപ്പൊ കാണിച്ച ആ ചൊറിയണം ഉണ്ടല്ലോ, അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടേക്ക് മിക്ക ആൾക്കാരും വീട്ടിൽ ചെടിയായിട്ട് നട്ടേക്കുന്ന കുറേ പ്ലാന്റ്സ് ഒക്കെ നമുക്കിവിടെ വഴിയരികി കൂടെയൊക്കെ കാണാം കേട്ടോ. പ്രത്യേകമായിട്ട് പറയാനാണെങ്കിൽ ഈ ഒരു ചെടി, അതുപോലെ ഈ ഒരു പ്ലാന്റ്, പിന്നെ ഈ ഒരു ഇല, ഇതൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൂടുതൽ നമ്മൾ ഈ വഴിയരികി കൂടെയൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ പനിക്കൂർക്കയും കാണാം മിക്ക സ്ഥലത്തുമേ. അപ്പോൾ നമ്മുടെ വീട്ടിലെ പനിക്കൂർക്ക ഇപ്പോൾ നട്ടത് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് ഓടിച്ചെടുത്തിട്ടുണ്ട് വീട്ടിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും കേട്ടോ ഈ പനിക്കൂർക്ക. ഇവിടെ എത്തുമ്പോൾ മുതൽ ചീവീടിൻ്റെ സൗണ്ട് അതിരൂക്ഷമായിട്ട് തുടങ്ങും കേട്ടോ. ഭയങ്കര സൗണ്ട് ആയിരിക്കും ഒരു ഈവനിങ് ടൈം ഒക്കെ ആയാൽ. അല്ലെങ്കിൽ മഴയുള്ള സമയമാണെങ്കിൽ എപ്പോഴും ചീവീടിൻ്റെ കരച്ചിലാണേ. ഈ കാണുന്നത് കാട്ടിഞ്ചിയാണ് കേട്ടോ. ഇവിടെ ആൾക്കാർ ഇത് കാണുമ്പോൾ പറിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്, പക്ഷെ നമ്മളിതൊന്നും ഉപയോഗിക്കാറില്ല. മഴയ്ക്ക് ചെറിയൊരു ശമനമൊക്കെ ഉണ്ട്, എന്നാലും ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടമൊക്കെ ഏകദേശം വറ്റി തീരാറായിട്ടുണ്ട്. നടന്ന് കാഴ്ചകളും കണ്ടത് അമ്മച്ചീൻ്റെ പഠിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ പിന്നെ വിളിക്കാനൊന്നും നിന്നില്ല. നമ്മുടെ വീട്ടിലെ ഡാലിയപ്പൂവിൻ്റെ ഇതളുകളാണ് കേട്ടോ ഈ പൊഴിഞ്ഞു കിടക്കുന്നതൊക്കെ. എന്തേലും പൂക്കളുണ്ടായിരുന്ന വീടായി.